നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെലവായത് $37.5 ബില്യൺ. കണക്ക് വെളിപ്പെടുത്തി പ്രതിരോധ സെക്രട്ടറി. സൈനിക ശക്തി കൂട്ടാൻ അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം. വിമർശനവുമായി ഡെമോക്രാറ്റ് സെനറ്റർമാർ. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ കുവൈറ്റിലെ ഇന്ത്യക്കാർ ശാന്തരായിരിക്കണമെന്ന് ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി. കുവൈറ്റ് സർക്കാർ നൽകുന്ന മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ആവശ്യം. सदन नियोजित तरीके से नहीं चलाना चाहते, सदन की मर्यादा को नहीं बनाना चाहते, तो सदन की कार्रवाई नहीं चलेगी. सदन നീറ്റ് ക്രമക്കേടിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. നീറ്റ് ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടും വഴങ്ങാതെ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധിക്കും. മന്ത്രിസ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട രാഹുൽ ഗാന്ധി പോലീസ് നടപടിയിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ച് ഡൽഹി ഹൈക്കോടതി. ജന്തർ മന്ദറിൽ സമരം ശക്തമാക്കി CJP. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്കുള്ള സാധ്യത മങ്ങുന്നു. ചർച്ചയ്ക്കില്ലെന്നും ആരുടെയും ഓഫീസിൽ പോകില്ലെന്നും CJP. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചവർക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. CJPയുടെ പേരെടുത്ത് പറയാതെ സമരത്തിന് പിന്തുണ. കയ്യിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് രാഹുലിന്റെ വാർത്താ സമ്മേളനം. കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ BJP. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്ത് നാളെ KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നിതിൻ രാജ് കേസിൽ പ്രതി റാമിന് ജാമ്യം ലഭിക്കാൻ സാഹചര്യമൊരുക്കിയെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ഗൂഢാലോചന നടന്നുവെന്നും കോടതി. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്നും കോടതിയുടെ വിമർശനം. റാഗിംഗ് തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി. നിതിന്റെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പുതിയ അന്വേഷണ സംഘം. ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെന്റ് പാസാക്കിയ നിയമമല്ലേ. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സമ്മതിച്ചത് കഴിഞ്ഞ സർക്കാരെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പിണറായി വർഗീയത പരത്തുന്നുവെന്നും വിമർശനം. അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറെന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ച സർക്കാർ. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം നുണയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ലീഗിനെന്ന് വഖഫ് ചെയർമാൻ KS ഹംസ. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ കുവൈറ്റിലെ ഇന്ത്യക്കാർ എല്ലാവരും ശാന്തരായിരിക്കണമെന്നും ഇന്ത്യൻ സ്ഥാനപതി പരിമിതി ത്രിപാഠി. കുവൈറ്റ് സർക്കാർ നൽകുന്ന മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അതനുസരിച്ച് മുന്നോട്ടു പോകണമെന്നും സ്ഥാനപതി പറഞ്ഞു. കുവൈറ്റിലെ വൈദ്യുത നിലയങ്ങൾക്കും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്കും നേരെ ഇറാൻ തുടർച്ചയായി നടത്തിയ ആക്രമണത്തെ തുടർന്ന് ചില നിലയങ്ങളിൽ തീപിടുത്തമുണ്ടായെങ്കിലും അഗ്നിശമന സേനയുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് തീ നിയന്ത്രണം വിധേയമാക്കുവാനും പൂർണ്ണമായി അണയ്ക്കുവാനും കഴിഞ്ഞിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്തെ ഇന്ത്യക്കാരോട് സ്ഥാനപതി ഇങ്ങനെ പറഞ്ഞത്. As you know, External Affairs Minister was in Kuwait on a solidarity visit early this month. He had very good meetings with the leadership of Kuwait. Honorable Minister also had a productive interaction with the Indian community, and he conveyed support of the government of India for the welfare and the well-being of the community, especially during these challenging times. It is a matter of immense pride for me to represent the largest expat community in Kuwait. In the present challenging times, your contribution to Kuwait's economy and society is widely appreciated and acknowledged, even more so by the Kuwaiti side. I would urge all my fellow Indian brothers and sisters in Kuwait to remain calm and follow the guidelines of the Kuwaiti government. Namaskar. Anil K. Nambiar, Amarta News, Kuwait. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെലവായത് $37.5 ബില്യൺ എന്ന കണക്കുമായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. മെയ് മാസത്തിലെ $29 ബില്യൺ മുൻ കണക്കിനേക്കാൾ ഏകദേശം $8 ബില്യൺ കൂടുതലാണ് പുതിയത്. വിമർശിച്ച ഡെമോക്രാറ്റ് സെനറ്റർമാർ രംഗത്തെത്തി.
ഉയർന്നുവരുന്ന യുദ്ധച്ചെലവുകൾക്കിടയിലും തങ്ങളുടെ ബജറ്റ് ആവശ്യം അടിയന്തരമായി അംഗീകരിക്കണമെന്നാണ് പെന്റഗൺ മേധാവിയുടെ ആവശ്യം. യുഎസും ഇറാനും തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിനു ശേഷം സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുന്നിൽ ആദ്യമായി ഹാജരായ ഹെക്സത്ത് ജനപ്രതിനിധികൾ അടിയന്തരമായി ഫണ്ട് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയില്ല എങ്കിൽ സൈനിക പരിശീലനം വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തന്റെ വകുപ്പിനായി $87 ബില്യൺ ഫണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇതിൽ $67 ബില്യൺ പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾക്കായുള്ളതാണ്. മെയ് മാസത്തിലെ അവസാന കണക്കെടുപ്പിനേക്കാൾ ഏകദേശം $8 ബില്യൺ വർധനവാണിത്. മിഡിൽ ഈസ്റ്റിൽ 3 US സൈനികർ കൊല്ലപ്പെട്ട നിർണായകമായ സാഹചര്യത്തിലാണ് ഹെക്സത്ത് കമ്മിറ്റിക്ക് മുന്നിലെത്തിയത്. ഭൂരിഭാഗം ഡെമോക്രാറ്റുകളും ഈ ആവശ്യത്തെ എതിർക്കുന്നുണ്ട്. കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ഇതിനെ ചൊല്ലി അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ബജറ്റ് സന്തുലിതമാക്കുന്നതിനായി മറ്റ് മേഖലകളിലെ ചെലവുകൾ വെട്ടിച്ചുരുക്കണമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനപ്രതിനിധി സഭ വ്യാഴാഴ്ചയോടെ പിരിയും. അതിനുശേഷം സെപ്റ്റംബർ മാസം വരെയെങ്കിലും കോൺഗ്രസിന്റെ ഇരുസഭകളും സംയുക്തമായി സമ്മേളിക്കുകയുമില്ല. റിപ്പബ്ലിക്കന്മാർക്ക് ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ പോലും പെന്റഗണിന് ഈ ഫണ്ട് ലഭിക്കാൻ ഏതാനും മാസങ്ങളെടുക്കും. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ പെന്റഗണിലേക്ക് $1.5 ട്രില്യൺ അനുവദിക്കണമെന്ന് ഏപ്രിൽ മാസത്തിൽ വൈറ്റ് ഹൌസ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന സൈനിക ചെലവായി ഇത് മാറും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന ഓരോ തവണയും ഇറാനിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഓരോ തവണയും കപ്പലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അതിന് പകരമായി ടെഹ്റാന് സമീപമുള്ള ഓരോ പാലമോ ഊർജ്ജ നിലയമോ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാനിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ സംഭരണശാലകളും ലക്ഷ്യമിട്ട US ജനറൽ കമാൻഡ് തുടർച്ചയായ 11ാം ദിവസവും ആക്രമണം നടത്തുന്നതിന്റെ പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി. കഴിഞ്ഞ 3 മാസത്തിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ 30-ലധികം വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾക്കിടയിലും കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്പീക്കറും കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടും പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. കറുത്ത വസ്ത്രമണിഞ്ഞ് പാർലമെന്റിലെത്തിയ കോൺഗ്രസ് അംഗങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കി. അതേസമയം വനിതാ അംഗത്തോട് മര്യാദ വിട്ട് സംസാരിച്ചതിന് തൃണമൂൽ അംഗം കല്യാൺ ബാനർജിയെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിലടക്കം വിശദീകരണവുമായി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നത് എല്ലാവർക്കും വ്യക്തമായെന്ന് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മാത്രം രാജ്യത്ത് 152 ചോദ്യപേപ്പർ ചോർച്ചകളാണ് ഉണ്ടായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിലൊരൊറ്റ പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കുട്ടികളെ തല്ലിച്ചതച്ചവർക്കെതിരെ നടപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. The thing that is very clear to everybody is that our education system, which was known to be one of the best education systems in the world, is today a rigged system. I don't say this lightly. Thousands of students who are running around outside are not saying this lightly. പാർലമെന്റ് മാർച്ച് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ച ഡൽഹി ഹൈക്കോടതി. പോലീസിന്റെ അതിക്രമം സംബന്ധിച്ച ഹർജികൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. കേസിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് ഹർജിക്കാരന്റെ അഭിഭാഷകനും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജുവും തമ്മിലുണ്ടായത്. പോലീസ് അതിക്രമത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടെന്നും ആണിയടിച്ച ലാത്തികൾ ഉപയോഗിച്ചായിരുന്നു പോലീസിന്റെ മർദ്ദനമെന്നും ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചു. പ്രതിഷേധക്കാർ അക്രമാസക്തരായിരുന്നുവെന്നും പോലീസുകാർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജു കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിഷേധത്തിനിടെ നരനായാട്ടാണ് പോലീസ് നടത്തിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. MP-മാരോട് ക്രൂരമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇന്നലെ ഡൽഹിയിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ മന്ത്രി ശ്രീ വിശ്വനാഥും നമ്മുടെ MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയത്.
ശക്തമായ ബലപ്രയോഗമാണ് അവർക്കെതിരെ നടത്തിയത്. അതിൻ്റെ തലേ ദിവസം തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വനിതാ പ്രവർത്തകരുടെ മുഖത്തടിച്ചെന്ന് BJP ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് കലാപ നീക്കം നടത്തിയെന്നാരോപിച്ച് BJP നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. KPCC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഡൽഹിയിൽ നടന്നത്. രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പനും സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകയെ പോലീസ് മുഖത്തടിച്ചെന്ന് BJP ആരോപിച്ചു. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടിയെടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബാരിക്കേഡ് മറിച്ചിട്ട് KPCC ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായും BJP അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ താരങ്ങളും എഴുത്തുകാരും ഗായകരും ഒത്തുകൂടി. ചലച്ചിത്ര നടൻ ജോജു ജോർജ്, എഴുത്തുകാരായ NS മാധവൻ, KR മീര, സംവിധായകരായ ആഷിഖ് അബു, മഹേഷ് നാരായൺ, റാപ്പർ വേടൻ, രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവരാണ് CJPക്ക് പിന്തുണ അറിയിച്ച് കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഡൽഹിയിൽ നടക്കുന്ന CJP പ്രതിഷേധത്തിന് പിന്തുണയുമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സിൽ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. നാട്ടിൽ നടക്കുന്നത് അടിയന്തരാവസ്ഥയാണെന്നും പ്രതികരിച്ച യുവജനങ്ങൾക്ക് കൈയടി നൽകുന്നുവെന്നും നടൻ ജോജു ജോർജ് പറഞ്ഞു. കുട്ടികളെ തലതിൽ പൊളിക്കുക, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ, ഒപ്പോസിഷൻ ലീഡറെ പുല്ലുപോലെടുത്തുകൊണ്ട് വാഴ്ത്തിടുക, ഇതൊരു അടിയന്തരാവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും. അതിനെതിരെ ആദ്യം ബോധത്തോടു കൂടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്കാണ് കൈയടി. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. ചെറുതും വലുതുമായ വലിയ രീതിയിലുള്ള പിന്തുണ രാജ്യത്ത് നടക്കുന്ന ഈ വിദ്യാർത്ഥി വേട്ടയ്ക്കെതിരെ ഉയർന്നു വരേണ്ടതുണ്ട്. നിയമവ്യവസ്ഥ നിലനിർത്താനുള്ള സർക്കാരിൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമായിരിക്കണം. അത് നിയമാനുസൃതമായിരിക്കണം, അത് ആനുപാതികമായിരിക്കണം. പക്ഷെ ഇന്നിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അതിലേറെ പ്രതീക്ഷയുമുണ്ട്. ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു യുവത്വം ഇപ്പോഴും ബാക്കിയുണ്ടെന്നും അവർ മുതിർന്ന ആളുകളെ കൈപിടിച്ച് തെരുവിലൂടെ ജനാധിപത്യത്തിൻ്റെ വീഥികളിലൂടെ നയിക്കുവാൻ ശേഷിയുള്ളവരാണെന്നും തിരിച്ചറിയുന്നതിൻ്റെ അഭിമാനവും സന്തോഷവുമാണിത്. It's the revolution. If you don't know, you about to know. Yeah, I'm about to tell them how it goes when I say Kranti. Yeah, it's the revolution. Yo, Shanti. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചി പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിൽ നടന്ന പരിപാടിക്ക് റാപ്പർ വേടൻ നേതൃത്വം നൽകി. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദി എന്ന് വിളിച്ച് വീട്ടിലിരിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ വന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ കാര്യമാക്കേണ്ട, കുട്ടികളുടെ ആവശ്യം വളരെ ട്രാൻസ്പെറന്റ് ആണ്, അത് എത്രയും വേഗം നിറവേറണം. പരിപാടിയിൽ റാപ്പ് ഗായകർക്കൊപ്പം നിരവധി ആക്ടിവിസ്റ്റുകളും പങ്കെടുത്തു. വെടികൊണ്ടു നേടിയതെല്ലാം ചുടുകാട്ടിലാറിത്തണുക്കും, കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും നമ്മൾ നാടിന് കാതലായിരിക്കും. അമൃത ന്യൂസ്, കൊച്ചി. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തു. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ഒന്നാം പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി തലശ്ശേരി കോടതിയിൽ അപേക്ഷ നൽകി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്. മലപ്പുറം SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. കണ്ണൂരിലെത്തിയ സംഘം മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. 1ാം പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി തലശ്ശേരി SC/ST കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം നടപടികൾ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. റിക്വസ്റ്റ് കോടതിയിൽ ഉണ്ട്, അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്.
ഈ രേല ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന കൂടിയാണ് ഒരു റീ അറസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഇത് കഴിഞ്ഞാൽ ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ ആഭ്യന്തര വകുപ്പിന് കടുത്ത അതൃപ്തിയാണുള്ളത്. നടപടികൾ പാലിക്കാതെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാതെയുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതാണ് വിട്ടയക്കാൻ കാരണം. സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്ന് ഹൈക്കോടതി വിമർശനം. ഡോക്ടർ റാമിന് ജാമ്യം ലഭിച്ചതിൽ പോലീസ് ഒത്തുകളിച്ചെന്ന് കോടതി. റാമിന് കീഴടങ്ങാൻ പോലീസ് അവസരമൊരുക്കി. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന സ്ഥിതിയെന്നും കോടതി വിലയിരുത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ M.K. റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലെ നിയമപരമായ വീഴ്ചകളിലാണ് പോലീസിനെയും സർക്കാരിനെയും ഹൈക്കോടതി വിമർശിച്ചത്. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം നിഷേധിച്ച പ്രതി ഡോക്ടർ റാമിന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചത്. അറസ്റ്റിലാകുന്ന പ്രതിക്ക് കാരണം കാണിച്ച് നോട്ടീസ് നൽകണമെന്ന BNSSലെ നടപടിക്രമം പോലീസ് കൃത്യമായി പാലിച്ചില്ലെന്ന ഒറ്റ കാരണത്താലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ജാമ്യം നൽകേണ്ടി വന്നത്. പോലീസ് റാമിന് മലയാളത്തിൽ നോട്ടീസ് നൽകി ഒത്തുകളിച്ചത് കൊണ്ടാണ് കോടതിക്ക് ജാമ്യം നൽകേണ്ടി വന്നതെന്ന് ഹൈക്കോടതി വിമർശിച്ചു. പ്രതിക്ക് അറിയാവുന്ന ഭാഷയിൽ വേണം നോട്ടീസ് നൽകാൻ. മലയാളം അറിയാത്ത ഡോക്ടർ റാമിന് മലയാളത്തിൽ നോട്ടീസ് നൽകിയതാണ് പോലീസ് വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അഞ്ചരിക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഡോക്ടർ റാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് ഗൂഢാലോചന നടത്തി റാമിന് ജാമ്യം ലഭിക്കാൻ അവസരം നൽകിയെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് തെളിഞ്ഞതായി കോടതി പറഞ്ഞു. അന്വേഷണ സംഘത്തെ മാറ്റി തടിയൂരാമെന്ന് വിചാരിക്കേണ്ടെന്നും റാമിനെ സഹായിച്ച ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം നടത്തി നടപടി വേണമെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്നും 15 വർഷമായി ഇങ്ങനെ ഒരു ജാമ്യം കേട്ടിട്ടുകൂടിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ഡോക്ടർ റാമിന് ജാമ്യം ലഭിച്ചത് ചൂണ്ടിക്കാട്ടി നിതിൻ രാജിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. അമൃത ന്യൂസ്, കൊച്ചി. കോളേജുകളിലെ റാഗിംഗ് തടയുന്നതിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങി സർക്കാർ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ പേരിൽ ആപ്പ് പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി പരാതികൾ അറിയിക്കാം. കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിതിൻ രാജ് വധക്കേസിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റിലുണ്ടായ വീഴ്ചയിൽ ഹൈക്കോടതി നടത്തിയ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമവിരുദ്ധമായി ആരെന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ജോലി പോലീസിനില്ലെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കുവൈറ്റിൽ ഓൺലൈൻ വ്യാപാരത്തിനും ഡെലിവറി സേവനങ്ങൾക്കും കൂടുതൽ സുതാര്യതയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുതിയ ചട്ടങ്ങൾ നടപ്പാക്കി. ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ഓർഡർ സ്വീകരിക്കുകയും ഡെലിവറി നടത്തുകയും ചെയ്യുന്ന എല്ലാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ ചട്ടങ്ങൾ ബാധകമാണ്. ഓൺലൈൻ സേവന ദാതാക്കൾക്ക് ആവശ്യമായ ലൈസൻസുകൾ നിർബന്ധമാക്കുകയും നിലവിലുള്ള നിയമങ്ങളും സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്ലാറ്റ്ഫോമുകൾ ഉൽപ്പന്നങ്ങളുടെ വില, കമ്മീഷൻ, ഡെലിവറി ചാർജ്, മറ്റ് ഫീസുകൾ എന്നിവ ഓർഡർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണം. വ്യാപാരിയുടെ വിവരങ്ങൾ, ഉൽപ്പന്ന വിശദാംശങ്ങൾ, സേവന നിബന്ധനകൾ എന്നിവയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഉപഭോക്താക്കളുടെ പരാതികൾ നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹരിക്കുന്ന സംവിധാനം, റിട്ടേൺ റീഫണ്ട് നയം, വ്യക്തിഗത വിവരങ്ങളുടെ സംരക്ഷണം, ഇലക്ട്രോണിക് ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കൽ എന്നിവയും പുതിയ ചട്ടങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളിൽ നിന്ന് ഓരോ ഓർഡറിനും ഈടാക്കുന്ന ഡെലിവറി ഫീസ് പരമാവധി 1 കുവൈറ്റ് ദിനാറായിരിക്കണം. ജിദ്ദയിൽ പ്രമുഖ സ്പോർട്സ് ക്ലബ്ബുകളുടെയും അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും വ്യാജ ലോഗോകൾ പതിപ്പിച്ച വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ ജിദ്ദ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. ജിദ്ദ നഗരത്തിന്റെ തെക്ക് മധ്യമേഖലകളിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ 3700-ലധികം വ്യാജ ഉൽപ്പന്നങ്ങളും പ്രിന്റിംഗിനും എംബ്രോയിഡറിക്കുമായി ഉപയോഗിച്ചിരുന്ന 19 തരം തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും അധികൃതർ പിടിച്ചെടുത്തു. സക്കാത്ത്, ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി, വാണിജ്യ മന്ത്രാലയം, സിവിൽ ഡിഫൻസ്, സൗദി അതോറിറ്റി ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയായിരുന്നു ഈ നടപടി. അൽ ജാമിയ മേഖലയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ നിന്ന് വ്യാജ ലോഗോയിൽ 1029 ഉൽപ്പന്നങ്ങളും അൽ അസീസിയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 2670 വ്യാജ വസ്ത്രങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. എന്നാൽ ലോഗോ പതിക്കാത്ത 850 വസ്ത്രങ്ങൾ ചാരിറ്റബിൾ ആവശ്യങ്ങൾക്കായി കൈമാറുകയും ചെയ്തു.
UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമായി പുതിയ പാസ്പോർട്ട് കോൺസുലാർ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ കരാറിന്റെ ഭാഗമായി അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ദുബായിലെ ബുർജ്മാൻ സെന്ററിന് സമീപമുള്ള UW മാളിൽ പ്രവർത്തനം ആരംഭിച്ച UAE-യിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പാസ്പോർട്ട് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ നിർവഹിച്ചു. സേവനങ്ങൾക്കായുള്ള അപ്പോയിന്റ്മെന്റുകൾ ഇനി കോൺസുലർ സേവീൻ UAE.com എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ അപ്പോയിന്റ്മെന്റ് ലഭ്യമാകും. UAE-യിലെ വിവിധ എമിറേറ്റുകളിലായി പ്രവർത്തിക്കുന്ന 16 അൽ ഹിന്ദ് ഗ്ലോബൽ കേന്ദ്രങ്ങൾ വഴിയാണ് പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ എന്നീ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുക എന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ കുവൈറ്റിലെ ഇന്ത്യൻ പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങൾ നാളെ മുതൽ താൽക്കാലികമായി DU ഡിജിറ്റൽ സേവനങ്ങൾ കേന്ദ്രങ്ങൾ വഴി ആരംഭിക്കും. ജൂലൈ 1 മുതൽ ഇന്ത്യൻ എംബസി നേരിട്ട് നൽകിയിരുന്ന പരിമിതമായ അടിയന്തര കോൺസുലർ സേവനങ്ങൾ ഇതോടെ അവസാനിക്കും. പുതിയ ക്രമീകരണ പ്രകാരം പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ മുതലായ കോൺസുലർ സേവനങ്ങൾക്കായുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. അപേക്ഷകർ അപ്പോയിന്റ്മെന്റ് സമയപ്രകാരം DU ഡിജിറ്റലിന്റെ ഏതെങ്കിലും സേവന കേന്ദ്രത്തിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. പുതിയ സേവനദാതാക്കളായ DU ഡിജിറ്റൽ കമ്പനി നേരത്തെ പുറത്തിറക്കിയ നിരക്കുകൾ പ്രകാരം നേരത്തെ ഐച്ഛികമായി ലഭ്യമായിരുന്ന സേവനങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. ഇതിനെതിരെ വിവിധ പ്രവാസി സംഘടനകളും ജനപ്രതിനിധികളും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യയിലെ വാണിജ്യ മേഖലയിൽ വൻ കുതിപ്പ്. 2026 ആദ്യ പകുതിയിൽ രാജ്യത്തുടനീളം 2.74 ലക്ഷത്തിലധികം വാണിജ്യ ലൈസൻസുകൾ നൽകുകയും പുതുക്കി നൽകുകയും ചെയ്തതായി സൗദി നഗരസഭ പാർപ്പിട മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയ വക്താവ് മുഹമ്മദ് അൽ റസാസ്മ വ്യക്തമാക്കിയതിനനുസരിച്ച് ഇതിൽ 97,000-ത്തിലധികം പുതിയ ലൈസൻസുകളും 1,77,000-ത്തിലധികം ലൈസൻസ് പുതുക്കലുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ 91,000-ത്തിലധികം ലൈസൻസ് ഭേദഗതികളും 43,000 പുതിയ വാണിജ്യ പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേർക്കലും 39,000-ത്തിലധികം ഉടമസ്ഥാവകാശ കൈമാറ്റങ്ങളും പൂർത്തിയാക്കി. ബലദി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എളുപ്പമുള്ള നടപടിക്രമങ്ങളാണ് ഈ വളർച്ചയ്ക്കും സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സഹായകരമായതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഷാർജയിലെ അൽ റഹ്മാനിയ മേഖലയിൽ റോഡ് വികസന പദ്ധതികൾ പുരോഗമിക്കുകയാണെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഗതാഗതക്കുരുക്ക് കുറയ്ക്കുകയും അൽ റഹ്മാനിയയിലെ താമസക്കാർക്ക് യാത്ര കൂടുതൽ സുഗമമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന റോഡുകൾ വീതി കൂട്ടി ഇരട്ടപ്പാതകളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് 3 ഘട്ടങ്ങളിലായി ഷാർജയിൽ നടപ്പാക്കുന്നത്. അതേസമയം ഷാർജ ദുബായ് യാത്ര സുഗമമാക്കാൻ അൽ നഹ്ദ ജംഗ്ഷനും ഇത്തിഹാദ് റോഡും നവീകരിക്കുന്ന 750 ദശലക്ഷം ദിർഹത്തിന്റെ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അൽ താവൂൺ ടണലും പ്രധാന കണക്റ്റിംഗ് റോഡുകളും വികസിപ്പിക്കും. ഈ 2 പദ്ധതികളും പൂർത്തിയാകുന്നതോടെ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് തിരിച്ചുമുള്ള യാത്രാസമയം കുറയുകയും ഗതാഗതം കൂടുതൽ സുഗമമാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കൊടും ചൂടിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കി UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ഷാർജയിലെ നിർമ്മാണ മേഖലകളിൽ നേരിട്ടെത്തിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ മന്ത്രാലയം വിലയിരുത്തിയത്. വേനൽക്കാലത്ത് തൊഴിലാളികളെ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായാണ് പരിശോധന. ഷാർജയിലെ അൽജാദ മേഖലയിലെ നിർമ്മാണ പദ്ധതിയാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. നിർമ്മാണ കമ്പനികളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികളും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. ദുബായിലെ പ്രധാന റോഡ് വികസന പദ്ധതികളിലൊന്നായ അൽ ഖുദ്ര റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിലെ പ്രധാന റോഡ് ശൃംഖല ശക്തിപ്പെടുത്താൻ നടപ്പാക്കുന്ന തന്ത്രപ്രധാന പദ്ധതികളിലൊന്നാണ് അൽ ഖുദ്ര റോഡ് വികസനം. അൽ ഖുദ്ര റോഡ് വികസന പദ്ധതിയുടെ പുരോഗതിയും നിർമ്മാണ പ്രവർത്തനങ്ങളും RTA അധികൃതർ വിലയിരുത്തി. പദ്ധതി പൂർത്തിയാകുന്നതോടെ 4 ലക്ഷത്തിലധികം താമസക്കാർക്കും സന്ദർശകർക്കും പ്രയോജനം ലഭിക്കും. യാത്രാസമയം 85% വരെ കുറയുകയും റോഡിന്റെ വാഹനശേഷി മണിക്കൂറിൽ 7,800 വാഹനങ്ങളിൽ നിന്ന് 19,400 വാഹനങ്ങളായി ഉയരുകയും ചെയ്യും. ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനും ദുബായിയുടെ ഭാവി വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള സുപ്രധാന പദ്ധതികളിലൊന്നാണിതെന്ന് RTA വ്യക്തമാക്കി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉടൻ നിയമിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ബോർഡ് പുനഃസംഘടിപ്പിക്കും വരെ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൂടെ എന്ന് കോടതി ചോദിച്ചു. അമുസ്ലിം അംഗങ്ങളെ നിയമിച്ച് വഖഫ് ബോർഡ് സുഗമമായി പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് സർക്കാർ മറുപടി നൽകി. തുടർന്ന് വ്യക്തത വരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി സാവകാശം നൽകി. അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾക്ക് ബോർഡിന് വിലക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വഖഫ് നിയമപ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തേണ്ട നിയമപരമായ ബാധ്യത സർക്കാരിനുണ്ട്.
നിയമം പാലിക്കാതെ ജുഡീഷ്യൽ അധികാരം ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഹർജിയിലാണ് ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ചത്. ഇതിനെതിരെ ബോർഡ് സുപ്രീം കോടതിയിൽ പോയെങ്കിലും വിജയിച്ചില്ല. പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിന്റെ അവസാന വരി സുപ്രീം കോടതി നീക്കം ചെയ്തെങ്കിലും ബോർഡിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിനു പുറമെ കഴിഞ്ഞ LDF സർക്കാരും ഇക്കാര്യം കോടതിയിൽ സമ്മതിച്ചിരുന്നെന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അക്കാര്യം മറച്ചുവെച്ച് വർഗീയത പടർത്തുകയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമല്ലേ അത് ഞങ്ങളല്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്. ആ ഉത്തരവിലുണ്ടത്. സർക്കാർ എടുത്ത നിയമപരമായ നിലപാട് തന്നെയാണ് വഖഫ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 2 അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന നിയമം രാജ്യത്ത് നിലവിലുള്ളപ്പോൾ അതിനെതിരെ സർക്കാരിനോ കോടതിക്കോ നിലപാടെടുക്കാനാവില്ല. നിയമം പാലിച്ച് നടപടിയെടുക്കുമെന്നും വഖഫ് ബോർഡിനെതിരെയുള്ള ഹർജി തള്ളണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചതെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ലീഗിനാണ്. ലീഗ് പെറ്റീഷൻ പിൻവലിക്കണം, അത് മാന്യതയാണെന്നും KS ഹംസ പറഞ്ഞു. തീർച്ചയായും ലീഗ് വഖഫ് ഭരിക്കുന്നു. ലീഗ് തന്നെ ഈ വിഷയം പുറത്തോട്ട് കൊണ്ടുവരുന്നു. ലീഗ് തന്നെ അത് കോടതിയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നു. അതോടനുബന്ധിച്ച് മറ്റ് PLA ഒപ്പം വരുന്നു. എന്നിട്ട് ലീഗ് ഉത്തരവ് പാലിക്കും വഖഫ് ബോർഡ് ഭരിക്കുന്ന ആ ഗവൺമെൻറ്റിൻ്റെ AG കോടതിയിൽ പറയുന്നു സെക്ഷൻ 14 അനുസരിച്ച് പൂർണ്ണമായ തോതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാറ്റുരയ്ക്കും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇത്തവണ 10 കായിക ഇനങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുക. ഇത്തവണയും കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായിരിക്കും. ഭാരോദ്വഹന താരം മീരാഭായ് ചാനുവും ബോക്സർ ലവ്ലിന ബോർഗോഹെനുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തുന്നത്. 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയ താരമാണ് മീരാഭായ് ചാനു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല നേട്ടവുമായി തിളങ്ങിയ ലവ്ലിന 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ച താരമാണ്. ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. 74 കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷനിൽ നിന്നുള്ള 3000-ലധികം അത്ലറ്റുകൾ 11 ദിവസങ്ങളിലായി 10 കായിക ഇനങ്ങളിലായി മത്സരിക്കും. 3x3 ബാസ്കറ്റ്ബോൾ, ജിംനാസ്റ്റിക്, അത്ലറ്റിക്, ലോൺ ബോളുകൾ, ബോക്സിംഗ്, ജൂഡോ, നെറ്റ്ബോൾ, നീന്തൽ, ട്രാക്ക് സൈക്ലിംഗ്, ഭാരോദ്വഹനം എന്നിവ മാത്രമാണ് കായിക ഇനങ്ങൾ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഹോക്കി, ക്രിക്കറ്റ്, ഗുസ്തി, ബാഡ്മിന്റൺ, ഷൂട്ടിംഗ് തുടങ്ങിയ ഇനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 4 വേദികൾ മാത്രമാണ് മത്സരങ്ങൾക്ക് ഒരുക്കുക. നേരത്തെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലായിരുന്നു നാഷണൽ ഗെയിംസ് നിശ്ചയിച്ചിരുന്നത്. ബജറ്റ് കുറവാണെന്ന കാരണത്താൽ ഓസ്ട്രേലിയ പിന്മാറിയിരുന്നു. തുടർന്ന് ഗ്ലാസ്ഗോയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രധാന കായിക ഇനങ്ങളിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ കോമൺവെൽത്തിലെ വിവിധ രാജ്യങ്ങളും പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഗ്ലാസ്ഗോ 2026 ഔദ്യോഗിക ഭാഗ്യചിഹ്നം സ്കോട്ട്ലൻഡിന്റെ ദേശീയ മൃഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു യൂണിക്കോണായ ഫിന്നിയാണ്. അതേസമയം 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.